പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാൻ സാധ്യത. സസ്പെൻഷനിലായ എംപിമാർ പാർലമെന്റ് ചേംബറിൽ പ്രവേശിക്കരുതെന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് സർക്കുലർ ഇറക്കി. പ്രതിഷേധിക്കുന്ന എംപിമാർക്കെതിരെ ഇന്നും നടപടിക്ക് സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തിന്റെ കഴുത്തിരിക്കുകയാണെന്ന് സോണിയാഗാന്ധി പറഞ്ഞു. പ്രതിപക്ഷത്തിന് മേൽ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് കോൺഗ്രസിന്റെ ലോക്സഭാ ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് ആരോപിച്ചു. Suspension members are not allowed to enter the lobby and the chamber, and also they will not get a TA, DA or sitting fees, nothing. Then this government is imposing all the black laws against the suspended members, means our opposition members. We are ready to face whatever action they have taken. The opposition members are ready to face. Our demand is genuine. Our demand is Honorable Home Minister come to the House and make a statement for the Lok Sabha Secretary breach and have a detailed discussion about the security breach of the Parliament. അതേസമയം സസ്പെൻഷനിൽ പ്രാദേശിക തലത്തിലും പ്രതിഷേധം ശക്തമാവുകയാണ്. NCP ശരത് പവാർ വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തി. സുവി വിശ്വനാഥൻ വിവരങ്ങൾ പങ്കുവെക്കും. സുവി, 141 എംപിമാർ അസാധാരണമായ നടപടികളിലൂടെയാണ് പാർലമെന്റ് കടന്നുപോകുന്നത്. 141 എംപിമാർ സസ്പെൻഷനിലാണ്. ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിലടക്കം 10-14 എംപിമാർ മാത്രമാണ് സഭയിൽ ഹാജരാകാൻ സാധിക്കുക. ഇവർക്ക് ആർക്കും സഭയിലേക്ക് പ്രവേശനമില്ല എന്ന നിർദ്ദേശവും രജിസ്ട്രാർ നൽകിയ പശ്ചാത്തലം കൂടി നമ്മൾ കൂട്ടി വായിക്കണം. പ്രതിപക്ഷം പക്ഷേ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഏത് രീതിയിലാണ് ഇന്നവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക? രഞ്ജിത്ത്, പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ചേർന്ന ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലും ഈ പ്രക്ഷോഭം ശക്തമാക്കുന്ന കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യുകയും അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ന് സഭ ചേരുമ്പോൾ ഇന്ന് വീണ്ടും പ്രക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട 141 എംപിമാർ ഈ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയാണ്. ഈ യോഗത്തിൽ സോണിയാഗാന്ധി സംസാരിക്കുകയാണ്. ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇത്തരത്തിൽ ഒരു സംഭവ വികാസങ്ങൾ എന്നാണ് സോണിയാഗാന്ധി പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ജനാധിപത്യത്തിന്റെ കഴുത്ത് ഞെരിക്കുകയാണ് എന്നാണ് സോണിയാഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പാർലമെന്ററി പാർട്ടി യോഗം പുരോഗമിക്കുകയാണ്. പ്രക്ഷോഭം ഇന്ന് ശക്തമാക്കാൻ തന്നെയാണ് സാധ്യത. ലോക്സഭയിൽ 95 രാജ്യസഭയിൽ 49 എംപിമാരെയുമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 141 എംപിമാർ സസ്പെൻഷനിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. കോൺഗ്രസിന്റെ 10ഓളം എംപിമാർ, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെ 10ഓളം എംപിമാർക്ക് മാത്രമാണ് സഭയിൽ ഹാജരാകാൻ സാധിക്കുക. ഏതായാലും ഈ സസ്പെൻഷനിലായ എംപിമാർക്ക് ചേംബർ, ഗാലറി ഉൾപ്പെടെയുള്ളവകളിൽ പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കുലർ ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. പാർലമെന്ററി കമ്മിറ്റികളിലും ഇവർക്ക് പങ്കെടുക്കാൻ അനുവാദമില്ല. ഏതായാലും സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന ഇറക്കണം എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലത്തിലും ഇപ്പോൾ പ്രക്ഷോഭം നടക്കുകയാണ്. മഹാരാഷ്ട്രയിൽ NCP ശരത് പവാർ വിഭാഗം പ്രക്ഷോഭവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. രഞ്ജിത്ത്, അപ്പോഴും ഭരണപക്ഷത്തിന്റെ നിലപാടിൽ മാറ്റം വരുന്നില്ല. അമിത്ഷാ പ്രസ്താവന നടത്തണം, ഈ പാർലമെന്റ് അതിക്രമത്തിൽ കൃത്യമായ അന്വേഷണം വേണം, കൂടുതൽ ഉന്നത ഏജൻസികൾ അന്വേഷിക്കണമെന്നൊക്കെയുള്ള ആവശ്യമാണ്, അതിൻ്റെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നുള്ള ആവശ്യമാണ്. പക്ഷേ അമിത്ഷാ പ്രസ്താവന നടത്താൻ തയ്യാറാകുന്നില്ല. പ്രധാനമന്ത്രി ആകട്ടെ തുടർച്ചയായി പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രി ഇന്നലെ മുന്നറിയിപ്പ് നൽകിയത് ഇനിയും സീറ്റ് കുറയും പ്രതിപക്ഷത്തിന്റെ വരുന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോഴെന്നുള്ളതാണ്. ആ ഒരു ആത്മവിശ്വാസത്തിന്റെ പിന്നിൽ എന്താണ് സുവി? തീർച്ചയായും ഇന്നും പ്രക്ഷോഭം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. കൂടുതൽ എംപിമാരെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പാർലമെന്റ് ചേർന്നപ്പോഴും പ്രതിപക്ഷം വലിയ പ്രക്ഷോഭം നടത്തിയെങ്കിലും ഭരണപക്ഷം ഈ കാര്യത്തിൽ ഒരു അമിത്ഷായുടെ പ്രസ്താവന ഇറക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. 141 എംപിമാരെ സഭയിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യമുണ്ട്. ഇനിയും ഇത് പുറത്താക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് എന്നാണ് ഭരണപക്ഷം പറയുന്നത്. കടുത്ത ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഭരണപക്ഷം ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. രഞ്ജിത്ത്.